ഹായ് ഡിയേഴ്സ്, നിഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഈയിടെ ക്രിസ്മസ് വെക്കേഷൻ നടത്തിയ മലമ്പുഴ വിസിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിയ ആൻഡ് ദെൻ സാമുട്ടിയാണ്. നിയ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ ബ്രദറിൻ്റെ കൂടെയാണ്. ഞാൻ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാനും ബ്രദറും ദെൻ ഇത്താത റാബിയ, നിഹ, ഹന എല്ലാവരെയും അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അറിയാമെന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എല്ലാവരെയും പേരിങ്ങനെ പറയുന്നത്. എന്തായാലും ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയത്. ആക്ച്വലി ക്രിസ്മസിൻ്റെ അന്ന് പോകാനായിട്ടിരുന്നതാണ്. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് നല്ല തിരക്കായിരിക്കും കരുതി ട്രിപ്പ് ക്രിസ്മസിൻ്റെ തലേന്നായി. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ ഒരു പുൽക്കൂടൊക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ദെൻ ഞങ്ങൾ പാലക്കാട്ടുകാർ, എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ പെട്ടെന്നൊന്നും മലമ്പുഴയിൽ എത്തിപ്പെടാറില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല എന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ. എന്തോ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന ഒരു പ്ലേസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒക്കേഷനിലേക്ക് ഞങ്ങളവിടെ പോകാറുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച, അതായത് ഈ വള്ളം ദെൻ അതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടില്ലേ, അത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് പുതിയ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ശരിക്കും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സാമുട്ടി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും സാമുട്ടി പോയില്ല. പിന്നെ നെയ്യാണ് കേട്ടോ എൻ്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തത്. സോ നെയ്യുടെ കുറച്ച് പിക്സൊക്കെ എടുത്ത് നമ്മളങ്ങനെ നടന്ന് പോവുമായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞോന്നറിയില്ല, എന്തായാലും ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ചെറുതായിട്ടൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്തു. നെഹി ഹനയൊക്കെ ഇത് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തപ്പോൾ കുറച്ച് എഡിറ്റിംഗ് പ്രോസസ്സൊന്നും ഇതിൽ നടക്കുന്നില്ല. എന്തായാലും തൽക്കാലം ഈ മൊബൈൽ വെച്ചിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. പിന്നെ എൻ്റെ വ്യൂവേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾ കയറിയതും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്താണ്, ഈറ്റൽ അല്ലേ, അങ്ങനെ ഞങ്ങൾ ഈറ്റലിലേക്കാണ് പോയത്. ഇത് സ്പോൺസർ ചെയ്തത് റാബിയായിരുന്നു കേട്ടോ. കുറച്ച് പോപ്കോൺസ് എന്തെങ്കിലും സ്നാക്സ് അതൊക്കെ ഇങ്ങനെ മേടിച്ച് ഞങ്ങൾ ഒരവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഇത് അടുത്ത സ്റ്റെപ്പായിട്ട് കുറേ ഐറ്റംസ് ആയിട്ട് ഇത്താതെ വന്നു കേട്ടോ. അതിൽ പഴംപൊരി, ദെൻ ബജ്ജി, ദെൻ വടയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പഴംപൊരിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി പഴംപൊരിയായിരുന്നു. കുറച്ച് ഓയിലി ആണെങ്കിൽ കൂടെ നല്ലൊരു പഴംപൊരിയായിരുന്നേ. പിന്നെ ഈ കൈ പിടിച്ചിരിക്കുന്ന ഈ പരിപ്പ് വട കണ്ടോ, അത് വലിയ സുഖമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ആ വഴിക്കൊന്നും തിന്നില്ല. ഞാൻ ഈ പഴംപൊരി കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ നടന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കോഫി ആയിട്ട് എത്തിയിട്ടോ. അത് വേറെ ആരുമല്ല, മുജിക്കയാണ്. എൻ്റെ എൽഡർ ബ്രദറാണ്, മുജീബ് എന്നാണ് പേര്. അപ്പോൾ കോഫിയൊക്കെ മേടിച്ചിട്ട് ഞാനൊരു കയ്യിൽ ഫോണിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, സാഹസം കാണിക്കേണ്ടെന്ന് കരുതി ആ കോഫി മെല്ലെ മേടിച്ച് ഞാനൊരു ഭാഗത്ത് പഴംപൊരിയും ആ കോഫിയായിട്ട് ഒന്ന് സെറ്റായി കേട്ടോ. പാവം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും ആ കോഫി നിരാശപ്പെടുത്താതെ നമുക്ക് 2 വരി പാടിയാലോ. ഞാനീ പാടാൻ പോകുന്ന പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ, നോക്കാമല്ലോ, അങ്ങനെയെങ്കിലും കമൻസ് വരുമെന്ന്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ. അന്നെൻ്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലേ, നിന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, എന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞങ്ങു പോവരുതേ വാർമഴവില്ലേ, പച്ച നിലത്താഴ്വാരം പുൽകും വാനമേ, കുഞ്ഞോളം കഥ ചൊല്ലും കായൽ കരയേ. ഈ പാട്ടിനെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻസിയേക്കാളുള്ള കൊതി കൊണ്ടാടോ. ഒരു മോട്ടിവേഷൻ പോസിറ്റീവ് ആവണേ, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ടബേന്ന് താഴെ വീഴട്ടോ ഞാൻ. എന്തായാലും ഞങ്ങളങ്ങനെ നേരെ പോയത് പാർക്കിലേക്കാണ്, ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോയത്. നമ്മളിങ്ങനെ ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴേ ചെറുപ്പകാലത്ത് വന്നിട്ട് കുത്തിമറിഞ്ഞ് ആ സ്ലൈഡ്സിലും ദെൻ ഊഞ്ഞാലിലൊക്കെ
കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഞങ്ങൾക്കൊരു പുതുമയാർന്ന കാഴ്ചയായിരുന്നു. ബിക്കോസ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പോകുമ്പോൾ ഈ കുരങ്ങന്മാരെയൊക്കെ കൂട്ടിലാക്കി അതിൻ്റെ ഉള്ളിൽ, അതായത് കൂടുതൽ നമുക്കറിയാലോ സൂവിൻ്റെ സെറ്റപ്പൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഓപ്പണായിട്ട് അവർ വരിക, നമ്മൾ ലൈക്ക് നമ്മൾ ഹിൽസിലൊക്കെ പോകുമ്പോഴേ, നമ്മൾ നെല്ലിയാമ്പതി പറമ്പിക്കുളമൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇവരെ വളരെ അടുത്ത് നമുക്ക് കാണാനായി സാധിച്ചു. ബിക്കോസ് അവരങ്ങനെ ആ മരങ്ങളിലൊക്കെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും മേടിച്ച പോപ്കോണൊക്കെ അതിന് കൊടുക്കണം. എൻ്റെ ഇടയിൽ അവരുടെ ഫൈറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് വളരെ കൗതുകം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഞങ്ങളിങ്ങനെ അവരെ കളിപ്പിച്ചെന്ന മട്ടിൽ നമ്മൾ ആസ്വദിച്ചു, അങ്ങനെ നിന്നു കേട്ടോ. എന്തായാലും അപ്പും ഹനിയൊന്നും അതിനെ വിടാനായിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആ കുരങ്ങന്മാരെ ഇങ്ങനെ അടുത്ത് ആകർഷിക്കുന്ന മട്ടിൽ പോപ്കോൺസ് എറിഞ്ഞു കൊടുത്തോണ്ടായിരുന്നു. എനിക്കെന്താ എങ്ങാനും കയ്യിൽ കയറി കടിച്ചാലോ, നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, കയ്യിൽ ചാടി, അല്ലെങ്കിൽ നമ്മൾ തിങ്സൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്താണ് നമ്മുടെ തട്ടിപ്പറിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. പക്ഷെ അവരിപ്പോൾ മാറുന്ന മട്ടില്ല, അത് കുരങ്ങന്മാരൊക്കെ പോയി. എന്തായാലും കുരങ്ങന്മാർ അവരുടെ വഴിക്ക് പോയതോടുകൂടി കുട്ടികളെല്ലാവരും അവരുടെ കളികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. സാലും അപ്പും കൂടെ ഊഞ്ഞാലാടാനായിട്ട് പോയി. സാമുട്ടി അരികത്ത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സാമുട്ടിയുടെ ചിരി കേൾക്കാൻ റിംഗ് ടോൺ പോലെ ഉണ്ട് അല്ലേ. എന്തായാലും അവൻ്റെ ആൻറ്റിയെ പോലെയാട്ടോ അവൻ ചിരിക്കുന്നത്. അവൻ്റെ ആൻറ്റി ചിരിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറയാറുണ്ട് റിംഗ് ടോൺ പോലെ ഉണ്ടെന്ന്. ഇക്കടെ രണ്ടാമത്തെ സിസ്റ്റർ, ഞാൻ ഒരുപാട് തവണ എടുത്തു പറഞ്ഞിട്ടുള്ള പേരാണ് സബീന. അപ്പോൾ സബിത്താത്ത ചിരിക്കുന്ന പോലെയാണ് എനിക്കും തോന്നി. എന്തായാലും കുട്ടികൾ നന്നായി കളിക്കാൻ തുടങ്ങി. കുറച്ച് രസകരമായ സംഭവങ്ങൾ വരാറുണ്ട് കേട്ടോ. കുറച്ച് സാഹസങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ കിടന്ന കുട്ടികൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും സാമുട്ടി ആസ്വദിച്ച് ഊഞ്ഞാലാടാണ്. പക്ഷെ ആരെയും ആട്ടി കൊടുക്കാനായിട്ട്, നമുക്കൊക്കെ ഒരാളെ ആട്ടി തരുന്ന ഇഷ്ടമല്ലേ, പക്ഷേ കുട്ടികൾക്ക് എന്തോ പേടി കൊണ്ടാണെന്ന് തോന്നുന്നു. ആരെയും ആട്ടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് നടന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നിഹ, ഹന അവരൊക്കെ സ്പീഡ് ആട്ടാനായിട്ട് റാബിയത്ത് അതെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നിയൂട്ടിക്ക് എല്ലാത്തിനും പേടിയാണ് കേട്ടോ. നിയൂട്ടി എന്തിലിരിക്കാൻ പറഞ്ഞാലും നിയൂട്ടി ഇരിക്കാതെ മാറി മാറി നിന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു രസകരമായ സംഭവം വരുന്നുണ്ടെന്ന്, നോക്കാം. ഇതാട്ടോ സാഹസം നമ്പർ 1. അപ്പും സാലും കൂടി ഇത് ഇങ്ങനൊരു ഐറ്റത്തിൽ കയറിയിട്ടുണ്ട്. അവസാനം അപ്പൂനും സാലുവിനും എങ്ങനെ ഇറങ്ങാമെന്ന് അറിയുന്നില്ല. ലാസ്റ്റ് കയറിയ പോലെ തന്നെ ഇറങ്ങി വന്നു. ബിക്കോസ് ഇറങ്ങാൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ കയറിയ പോലെ തന്നെ ഇറങ്ങി വന്നു കേട്ടോ. ഊഞ്ഞാലിലിരിക്കാനായിട്ട് ഞങ്ങളെ ആ സെക്യൂരിറ്റി സമ്മതിച്ചില്ല കേട്ടോ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും എനിക്കും റാബിയയ്ക്കും ഇത്താതയ്ക്കൊന്നും 12 വയസ്സാകാത്ത കാരണേ ഞങ്ങൾ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ ഇരിപ്പിടം ഞങ്ങൾ ഇരുന്നതല്ല കേട്ടോ. എന്തായാലും നമ്മൾക്ക് ഇരിക്കാൻ യോഗ്യമായ, അതായത് കുറച്ച് മുതിർന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ സ്ലൈഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് അന്വേഷിച്ച് നമ്മൾ നേരത്തെ കാണിച്ച സ്ലൈഡ് ശരിക്കും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഡാമേജ് ആകുന്ന ഒരു സ്ലൈഡായിരുന്നു. സാമുട്ടി അതിൽ കയറി ഇരുന്ന് സാമുട്ടിയുടെ ആ പാൻറ്റിൻ്റെ ബാഗ് കണ്ടാൽ അറിയാം, അതിൽ ചെളി മുഴുവൻ അവൻ്റെ പാൻറ്റിലുണ്ട്. എന്തായാലും ഇത് തിരക്കിടില്ല എന്ന് കണ്ട് ഞങ്ങളെല്ലാവരും ഇതിലിരിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. എന്തായാലും ഞങ്ങളെല്ലാവരും ഇതിലിരുന്നു കേട്ടോ. ഞാനും റാബി ഇത്താതെ എല്ലാവരും. കൂടുതൽ പ്രാവശ്യം ഇരുന്നത് ഇത്താതെ റാബിയാണ്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് എന്തോ 1-2 പ്രാവശ്യം ഇരിക്കുമ്പോൾ തന്നെ ബാക്ക് പെയിൻ എടുക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതാട്ടോ സാഹസം നമ്പർ 2.
നീ എന്തായാലും നല്ല കോൺഫിഡൻസോട് കൂടി നന്നായിട്ട് കയറിപ്പോയി ഇറങ്ങി വന്നു കേട്ടോ. സാമുട്ടിക്ക് എന്തോ നല്ല കോൺഫിഡൻസ് പോരാ. സോ ഞാൻ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും എന്തോ അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനത് ഒരു കാലം എടുത്ത് വെച്ച് മറ്റേ കാലം വെക്കാനായിട്ട് അറിയുന്നില്ല. എന്നാൽ നീയ കയറി എന്ന ആ ഒരു എന്താ പറയുക ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ അങ്ങോട്ട് കയറാതിരിക്കാനും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ നിർത്താൻ പറഞ്ഞാൽ നിർത്തുന്നില്ലതുണ്ടോ, നീ നന്നായി കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ സാമുട്ടിക്ക് ശരി ഇനി അവനെ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് അവൻ്റെ മുജിമാമ തന്നെ കേട്ടോ ഇക്ക എന്ത് ചെയ്തു, മുജിക്ക് എന്ത് ചെയ്തു, അവനെ അങ്ങനെ ഒന്ന് കയറ്റി വിട്ടു. അങ്ങനെ അവൻ കുറച്ചൊക്കെ ഉയരങ്ങളിലെത്തി. കഥ ഇതൊന്നും അല്ല, അവൻ കയറിയിട്ട് കാണാം. അതെ, അവൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അവനെങ്ങനെ കയറ്റി വിടുന്ന സമയത്ത് മുജിക്കാക്കൊരു മോഹം, അവനങ്ങനെ ചാടി കിടക്കാനായിട്ട്. അപ്പം നീ മേലെ എത്തി താഴെ ഇറങ്ങില്ല, എന്നാലും ഇവനെ അപ്പുറത്തേക്ക് കടത്തി വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പുറത്തൂടെ അപ്പു ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ. കൂടുതൽ നിങ്ങൾ ചിരിച്ചൊരു രംഗമാണിത്. ബിക്കോസ് കറക്റ്റ് ഗ്രിൽഡ് ചിക്കൻ പോലെ, ഗ്രില്ല് ചെയ്യാൻ വെച്ച കോഴിയെ പോലെ ഇവനാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനും കിട്ടുന്നില്ല, അപ്പൂനാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കാനും കിട്ടുന്നില്ല. കുറേ നേരം എനിക്ക് റാബിയൊക്കെ അതൊക്കെ ചിരിക്കാൻ കുറച്ചെന്തെങ്കിലും കിട്ടിയാൽ മതി. ഞങ്ങൾ കുട്ടി ഇങ്ങനെ അവിടെ കരയുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നതോ അല്ല നോക്കിയിട്ട് ഞങ്ങൾക്ക് ചിരി വന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവസാനം എങ്ങനെയോ ഇപ്പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടു, അവൻ ഇറങ്ങി വന്നു കേട്ടോ. ഈ കാണുന്ന ഈ പൊടിമോളുണ്ടല്ലോ, ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. തിക്കി തിരക്കി മേലെ കയറി എത്ര പ്രാവശ്യം ആ സ്ലൈഡിൽ അത് ഇരുന്നെന്നറിയില്ല. നല്ല രസമായിരുന്നു കേട്ടോ അവളെ കാണാനായിട്ട്. സമയത്ത് ഒരാൾ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ആരുമല്ല, എൻ്റെ ഉപ്പയായിരുന്നേ. ഇപ്പോൾ വർക്കിന് പോയിക്കായിരുന്നു. വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഉല്ലാസമെന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ വേറെ ഒന്നും വേണ്ട, ക്ഷീണമല്ല ഒന്നുമില്ല, കുട്ടികളുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളും. കുട്ടികളെ എത്ര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കും അതെ ഉപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. സാഹസം നമ്പർ 3, ഇങ്ങനെ ഒരു റെയിൻബോൻ്റെ ശരിക്കും ഒരു ഹാഫ് സർക്കിൾ പോലുള്ള ഒരു എന്താ പറയുക, ഒരു കളിക്കാനുള്ള ഒരു എന്തതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിൽ ആദ്യം കയറിയത് നീ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ബിക്കോസ് അതിൽ കയറിയപ്പോൾ, നേരത്തെ സാമുട്ടി കയറാത്തതിൽ കയറിയപ്പോൾ നല്ല സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടതും ഓടിച്ചെന്ന് കയറിയത് നീയാണേ. അപ്പോൾ നീ താഴെന്ന് മുജിക്ക് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ സർക്കിളിൻ്റെ ആ ഒരു കോർണർ ഉണ്ടല്ലോ, അയ്യോ സർക്കിളിന് കോർണറില്ല അല്ലേ, സോറി, ആ സർക്കിളിൻ്റെ ഹാഫ് സർക്കിളിൻ്റെ മേലെ എത്തിയപ്പോൾ എന്തുണ്ടായിച്ചാൽ കരച്ചിൽ തുടങ്ങി. ബിക്കോസ് ഇങ്ങോട്ട് കിടക്കാനും അറിയുന്നില്ല, എന്നാൽ അങ്ങോട്ട് ഇറങ്ങാനും അറിയുന്നില്ല. മാത്രമല്ല അതിൻ്റെ പുറകിൽ അവളെ തടഞ്ഞുകൊണ്ട് സാമുട്ടി ഉണ്ടായിരുന്നു. സാമുട്ടി വലിയ എന്തോ എനിക്ക് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. പക്ഷേ സാമുട്ടിയെ കൊണ്ട് സാമുട്ടി അങ്ങനെ ഇറങ്ങി. സാമുട്ടി ഇപ്പോൾ ഇറങ്ങിയത് നീയെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ബിക്കോസ് നീയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. സോ നീയൊക്കെ ഇറങ്ങിപ്പോകാനായിട്ട് സാമുട്ടി മാറിക്കൊടുത്തു. സാമുട്ടിയുടെ ആ ഒരു എല്ലാവരും എൻകറേജ് ചെയ്തതിൻ്റെ ആ ഒരു മോട്ടിവേഷനിൽ അവൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ട് കയറിട്ടോ. എല്ലാവർക്കും ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ സൈഡിൽ കുറച്ച് കേവിലേക്ക് പോകുമ്പോഴൊക്കെ അവർക്ക് കടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ടും സാധിച്ചില്ല. അതിൽ കയറിയവരൊക്കെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് പ്രോബ്ലമായിട്ട് കണ്ടത്. പക്ഷേ ചില കുട്ടികളൊക്കെ നിഷ്പ്രയാസം സുഖമായിട്ട് അത് ചാടി വരുന്നുണ്ടായിരുന്നു. എന്തായാലും സാമുട്ടിയോട് കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാമുട്ടി കയറി നീയെ എത്തി അതേ ആ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ കരച്ചിലായി. അല്ലെങ്കിൽ എന്നെ ഇറക്കി വിടൂ. അവൻ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, അയ്യോ ഇനി ന്യൂസുകാരെ വിളിക്കേണ്ടി വരും എന്നെ രക്ഷപ്പെടുത്താനായിട്ട്. അത് വളരെ ഫണ്ണിയായിരുന്നേ. എന്തായാലും അവനെന്താ പറയുക, അവൻ്റെ ശ്രമം പരാജയപ്പെട്ടു. അവൻ വീണ്ടും ഇറങ്ങി.
ഇനിയുണ്ട്. ഇവർ മാത്രമല്ല കേട്ടോ. ഇനി സാലു, ഹന, സാൽവിൻ്റെ ടേണാണ്. സാൽവിൻ കയറി. അപ്പം ഞാനൊരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് ടേൺ ചെയ്യും. ഇനി നേരെ വരാൻ പറ്റുന്നില്ലെങ്കിൽ തിരിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങി ഇറങ്ങി വരാമല്ലോ. അപ്പോൾ അവന് ആ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിക്കുകയായിരുന്നു. ഇതെന്താ അവിടെ നടക്കുന്നത്? ഹനയുടെ ടേണാണ്. ഹനയ്ക്കും ശരിക്കും ആ പൊസിഷനിലെത്തിയപ്പോൾ തന്നെ പ്രോബ്ലം വന്നു. പിന്നെ കുറച്ച് നേരം ഇതൊന്നല്ല കേട്ടോ, ഇവരുടെ ഈ പോസൊക്കെ ഒരുപാട് നേരം നീണ്ടു നിന്നുണ്ടേ. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ചിരിക്കുകയാണ്. വീണ്ടും നീയ മുജിക്ക താഴ്ന്ന് പറയുന്നുണ്ട്, നീ കയറണ്ട, നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന്. പക്ഷേ നീ അത് സമ്മതിക്കാതെ കയറി. അങ്ങനെ അവിടെ കുറച്ച് നേരം ചിരിച്ച് ഞങ്ങൾ അപ്പോഴേക്കും ഏകദേശം രാത്രിയായി തുടങ്ങി. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് തൂക്കുപാലത്തൂടെ നടക്കുന്നത് കേട്ടോ. രാത്രിയിൽ തൂക്കുപാലത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ലൈറ്റ്സ് ആൻഡ് ദെൻ ഇങ്ങോട്ട് നോക്കിയാലൊക്കെ വെള്ളം, ദെൻ ഹാങ്ങിങ് തൂക്കുപാലം ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ. അപ്പോൾ ആ കയറുമ്പോഴുള്ള ആ ഒരു ഇളക്കവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. എന്തായാലും ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നൊക്കെ പറയാം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഈ തൂക്കുപാലം കയറുമ്പം അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്ന് വേറൊരു തരം തൂക്കുപാലമായിരുന്നു മലമ്പുഴയിൽ ആദ്യം. ഇപ്പോഴും പോയിട്ടുള്ളവർക്കറിയാം ഈ തൂക്കുപാലത്തിൽ വന്ന വ്യത്യാസം. എന്നാൽ അന്നൊക്കെ വളരെ പേടിച്ചാണ് നടന്നത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണ്ടോ, അവർ സുഖമായി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തോ ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസാണ് അല്ലേ ഈ ന്യൂ ജെൻ പിള്ളേർക്ക്. എന്തായാലും ആ കോൺഫിഡൻസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എത്തുമ്പോഴേക്കും നമ്മൾ ഉമ്മയുടെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ താത്തയുടെ കൈ പിടിച്ചിട്ടൊക്കെ പോയത്. ശേഷം സാമുട്ടിയുടെയും നേരെയും ഒരു ഷോട്ടൊക്കെ നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോണ് ഡാമേജ് ആയ കാരണം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഫേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്തായാലും തൊട്ടടുത്ത് കോഫി ഷോപ്പിൽ കയറി. ഇത് ഒരു ബ്രൗണിയാണ്. എങ്ങനെ എൻ്റെ കയ്യിൽ വന്നതെന്നൊന്നും അറിയില്ല. ഞാൻ ആരോട് അടുത്തെങ്കിലും തട്ടിപ്പറിച്ചതാവാം മേ ബി. എന്തായാലും തൂക്കുപാലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറേ നേരം നടന്നതല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഞാനിത് വേഗം തന്നെ കഴിച്ചു കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പറിച്ചാലോ. എന്തായാലും സാമ്പുട്ടി ഹാറ്റൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ അവനവിടെ കുറഞ്ഞ് ഗോഷ്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു. ദെൻ മലമ്പുഴയോട് ഞങ്ങൾ ബൈ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ആ കോഫി ഷോപ്പിൽ ബാക്കിയിട്ട കുറച്ച് സാൾട്ടി ദെൻ സ്പൈസി കുറച്ച് ഐറ്റംസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും റാബി തന്നെയാണ് സ്പോൺസർ ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വേണ്ടുവോളും നമ്മൾ മാംഗോ, ദെൻ പൈനാപ്പിൾ, പിന്നെ എന്താണ് നെല്ലിക്ക, പിന്നെ ഇത് ഈ തൊട്ടടുത്ത് കാണുന്ന ലെവൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയില്ല. ഞാൻ കരുതിയത് അത് ലൂബിക്കയാണെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡൗട്ട് തീർക്കാനായിട്ട് ഞാൻ ആ ഏട്ടനോട് ചോദിച്ചു അത് ലൂബിക്ക തന്നെയാണോ എന്ന്. അപ്പോഴാണ് പറഞ്ഞത് ലൂബിക്ക അല്ലാതെ ലൂബിക്കയുടെ ചേട്ടനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഏട്ടനെയും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് എന്നപ്പോഴേക്കും ആ തൊട്ടടുക്കുന്ന ചേട്ടൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ ലൂബിക്കയുടെ ആ ഒരു ടേസ്റ്റൊന്നും തോന്നിയില്ല. ബിക്കോസ് ആ ലൂബിക്ക വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റൊന്നും കിട്ടിയില്ല. പക്ഷേ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്.
പൈനാപ്പിൾ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാപ്പിയെ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊന്നുമല്ലേ ഞങ്ങളുടെ പുറകിൽ നടന്നു വന്നതാണ് കേട്ടോ ഇത്താദ്യം മുജിക്കും അവർ തിരഞ്ഞു നടന്നതാണ്. എന്തായാലും കണ്ടുമുട്ടി അവർക്ക് കൈമാറി. ഈവനിങ് കൂടെ ഞങ്ങൾ മേടിച്ചതാണ്. നീയാണോ സാമുട്ടിയാണോ അറിയില്ല, സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും ഞാനും അതിന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കി. ഹന മേടിച്ച മസാല സോഡ ഞാനൊരു സിപ്പ് എടുത്തപ്പോൾ ഉള്ള അവളുടെ റിയാക്ഷനാണ് കേട്ടോ ഈ കേട്ടത്. അങ്ങനെ മസാല സോഡയുടെ പുറകിൽ കുറച്ച് സോഡ സർബത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും എൻ്റെ വീഡിയോയിൽ പെട്ടിട്ടില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് നല്ല ഗാനമേള, വേറെ ആരുമല്ല മുജിക്കയാണ്. മുജിക്ക നന്നായി പാടും കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാവേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ മലമ്പുഴ ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ, ദെൻ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിഷാസ് വ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ മുജിക്കാട് പാട്ട് കേട്ടിട്ട് പോകാം കേട്ടോ. സീ ദെൻ ബൈ. മക്കൾ മണ്ണുണ്ടികള്